മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക. 410 എന്നതിനെക്കുറിച്ച് കളവ് മുതലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ എന്ന് പറയുന്നത്. വാറണ്ട് എവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് CRPC സെക്ഷൻ 77. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അരുൺദാസ് സായി. എല്ലാവരും പോലീസ് ഡ്രൈവറിന് അപ്ലൈ ചെയ്തിട്ട് പരീക്ഷയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ എക്സാമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഒരു സ്റ്റഡി പ്ലാൻ എന്നോ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ എന്നോ ഒക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള സമയമില്ല. ഈ അവസാന നിമിഷത്തിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ മുഴുവൻ മാർക്കും വാങ്ങാവുന്ന ഒരു ടോപ്പിക്കാണ്. പോലീസ് ഡ്രൈവറിനെ സംബന്ധിച്ച് 50 മാർക്കിൽ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പോലീസുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെ മാർക്ക് വാങ്ങാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നമുക്ക് റാങ്ക് ഫയൽ വെച്ച് പഠിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. ഓരോ ക്ലാസ് ആയിട്ട് ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് IPC എന്നാണെന്നുണ്ടെങ്കിലും CRPC എന്നാണെന്നുണ്ടെങ്കിലും പോലീസ് ആക്ട് എന്നാണെങ്കിലും, ഇനി അതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ 1-2 സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒരു ഡൗട്ട് വന്നതാണ്. IPC CRPC മാത്രമല്ലേ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ, ബാക്കിയൊന്നും അങ്ങനെയല്ല. നമുക്ക് സിലബസിനകത്ത് വന്നിരിക്കുന്നത് IPC ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും, CRPC ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് വന്നിട്ടുണ്ട്, പോലീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, പോക്സോമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, IT ആക്ട് ഉണ്ട്. അപ്പം എന്താണോ സിലബസിനകത്ത് വരുന്നത് അതെല്ലാം. വ്യത്യാസം എന്തായിരുന്നു? ഒരു ഡൗട്ട് ഇടയ്ക്ക് ഉണ്ടായിരുന്നത് IPCയോ CRPCയോ മാറിയിട്ട് BNSO ഒക്കെ വരും എന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ടായിരുന്നു. അത് PSC തന്നെ മാറ്റി. ഇപ്പം അങ്ങ് തൽക്കാലം മാറുന്നില്ല. എന്താണ്? IPC CRPC ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെ. അത് IPC CRPC ആയിട്ട് ബന്ധപ്പെട്ട മാത്രം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് പരീക്ഷയ്ക്ക് വരിക എന്നല്ല, ബാക്കിയെല്ലാം അതുപോലെ തന്നെ സിലബസിനകത്തുള്ളത് അങ്ങനെ തന്നെ വരും. അതുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. നമ്മൾ ചെയ്യേണ്ടത്, ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു 10 ദിവസം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസമാണ് നമുക്ക് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പം ഇനിയുള്ളത് മാക്സിമം സമയം ക്വസ്റ്റ്യൻസ്. കാരണം ഈ സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ ഞാൻ പറയാൻ കാരണം, സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റണം. മനസ്സിലായോ? ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ചോദ്യങ്ങൾ നമ്മൾ പരിചയമാവുക എന്നുള്ളതാണ്. പരിചയമാവുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി ചെയ്യുമ്പോൾ ടോപ്പിക്ക് മാത്രം എടുത്ത് ചെയ്യാൻ നിൽക്കരുത്. അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ CRPC ആയിട്ട് ബന്ധപ്പെട്ട ഒരു ദേഹപരിശോധന, ഒരു പ്രതിയുടെ ദേഹപരിശോധന, അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതിയുടെ ദേഹപരിശോധനയായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളത് ഹെഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതൊക്കെ സാഹചര്യം എന്നുള്ളതുണ്ട്. മനസ്സിലായ? അറസ്റ്റ് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നുള്ളതുണ്ട്. അത് പറയുമ്പോഴേ അതിനകത്ത് വന്നിരിക്കുന്ന ഓരോ പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതിനകത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാമെന്നുള്ളൊരു ഐഡിയയും ഒരു ബോധവും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അത് വളരെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മളിനി കുറച്ച് ദിവസത്തേക്ക് ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. 2-3 ദിവസങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ടാവും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ്. കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ പരമാവധി ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എന്നാൽ മാത്രം അല്ല നമുക്ക് ഇനി റാങ്ക് ഫയൽ വാങ്ങി വെച്ച് വാരി വലിച്ചിട്ട് പഠിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ മുഴുവൻ അറ്റൻഡ് ചെയ്ത് പഠിക്കാനുള്ള സമയം നമുക്കില്ല. നമുക്കുള്ള മാർഗം എന്തുവാ? മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക. കാരണം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തതിനകത്തും പറഞ്ഞതാണ്, സ്പെഷ്യൽ ടോപ്പിക്കിനെ സംബന്ധിച്ച് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് എങ്ങനെ കവർ ചെയ്ത് പോകാൻ കഴിയും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഫുൾ മാർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ച് ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി പറഞ്ഞതുപോലെ പരമാവധി ദിവസങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പരമാവധി ചോദ്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതുകൊണ്ടും ഒരുപാട് ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല, ചോദ്യത്തിലേക്ക് പോവുക. കളവ് മുതലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ, അതായത് കളവ് മുതലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. സെക്ഷൻ 409 ആണോ, 410 ആണോ, 411 ആണോ, 412 ആണോ എന്നുള്ളതാണ്. 412 അല്ല, നമുക്ക് എന്തായാലും 412നെ കുറിച്ചൊരു കാര്യം നമുക്ക് IPC പഠിക്കാൻ നമുക്കില്ല, PSCയെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് നോക്കിയാൽ മതി? 409 ആണോ, 410 ആണോ, 411 ആണോ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. IPC 410 തന്നെയാണ്. 409 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസവഞ്ചന എന്നുള്ള സംഭവമാണ് 409. 411 നമുക്കറിയാം
മോഷണ മുതല് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് 411. 410 എന്തിനെക്കുറിച്ച്? കളവ് മുതലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ എന്ന് പറയുന്നത്. കളവ് മുതലിനെ കുറിച്ചിട്ട് ഞാനത് വീണ്ടും പറയുന്നു, നിങ്ങൾ പരമാവധി ചോദ്യം ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം എന്നുള്ളത് കവർ ചെയ്ത് പോകും. ഞാനത് മാക്സിമം നമ്മളെ കൂടെ ചെയ്തു തരും. അതുപോലെ തന്നെ നിങ്ങൾ പോവുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് റാങ്ക് ഉറപ്പിക്കാൻ പറ്റും. കുറ്റകരമായ നരഹത്യയെ പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പറയുന്ന IPC സെക്ഷൻ 270 ആണോ 77 ആണോ സെക്ഷൻ 299 ആണോ? സി ആണ് ആൻസർ. IPC സെക്ഷൻ 299 കുറ്റകരമായ നരഹത്യ. അപ്പം ഇങ്ങനെ ഒരു സെക്ഷൻ നമുക്ക് തരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കുറ്റകരമായ നരഹത്യയാകാവുന്നത്. ഒരാൾ മരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു കൊലപാതകത്തെ നമുക്ക് കുറ്റകരമായ നരഹത്യക്കകത്ത് ഉൾപ്പെടുത്താം. മനസ്സിലായോ? ഒരാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ IPC സെക്ഷൻ 299 ഓപ്ഷൻ സി ആണ്. വാറണ്ട് എവിടെ നടപ്പിലാക്കുന്നു? CRPCയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. CRPCയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വാറണ്ട് എവിടെ നടപ്പിലാക്കണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന CRPC സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ്. CRPC സെക്ഷൻ 62 സെക്ഷൻ 77 സെക്ഷൻ 64 72 വാറണ്ട് എവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. CRPC സെക്ഷൻ 77 വാറണ്ടുമായിട്ട് ബന്ധപ്പെട്ട വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 77 CRPC സെക്ഷൻ 77. സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേരള പോലീസ് ആക്ട് 2011 നിലവിൽ വന്ന ആക്ട് ആണ് കേരള പോലീസ് ആക്ട്. കേരള പോലീസ് ആക്ട് നമ്മുടെ സിലബസിനകത്ത് ഉള്ളതാണ്. കേരള പോലീസ് ആക്ടിനകത്ത് ഓരോ സെക്ഷനും ഉള്ളതാണ്. പല തരത്തിലുള്ള അല്ലെങ്കിൽ പോലീസിന്റെ ഡ്യൂട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എന്താ പറയുന്നത് അതിന്റെ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓരോ സെക്ഷനും ഉണ്ട്. പോലീസ് സ്വകാര്യ സ്ഥലങ്ങളിൽ കയറി ചെല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. സെക്ഷൻ 37 കേരള പോലീസ് ആക്ട് 37 സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെ കുറിച്ച് അതിന് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് സാഹചര്യങ്ങളിൽ കയറി പോകാം എന്നുള്ളതിന് കൃത്യമായ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 37 ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ്. പോലീസ് ആക്ട് കേരള പോലീസ് ആക്ട് 2011 ആക്ട് 37 സെക്ഷൻ 37 അനുസരിച്ചിട്ടാണ് പറഞ്ഞിരിക്കും. കേരള പോലീസ് ആക്ടിൽ തന്നെ അടുത്തൊരു ചോദ്യമാണ്. 2011 സെക്ഷൻ 117 പ്രതിപാദിക്കുന്നത് എന്താണ്? സെക്ഷൻ 117 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷ. പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയായിട്ടാണ് സെക്ഷൻ 117 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 117 പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയായിട്ടാണ് സെക്ഷൻ 117 പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. നമുക്കറിയാം NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് ചോദിക്കും. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്ഥാപിതമായ വർഷം 1986 നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്ഥാപിതമാകുന്ന വർഷം എന്ന് പറയുന്നത് 1986 1986. പോക്സോ ആക്ടിൽ മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 23 സെക്ഷൻ 23 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ബൈ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് മാധ്യമങ്ങളെ പാലിക്കേണ്ട നിയമങ്ങൾ. പോക്സോ ആക്ട് നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി നേരിടുന്ന ലൈംഗികമായ അതിക്രമങ്ങൾക്ക് എതിരെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആക്ടാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ഈ പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ മാനത്തിന് ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്നും ആ കുട്ടിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല, ഇരയാകപ്പെട്ട കുട്ടിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുമുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാധ്യമങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 23 എന്ന് പറയുന്നത്. ഒരു പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇരയാക്കപ്പെട്ട കുട്ടിയോട് മാധ്യമങ്ങൾ കാണിക്കേണ്ട ഒരു മാന്യത ഉണ്ടാവും. ആ മാന്യതയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മര്യാദയെ കുറിച്ചിട്ട് പറയുന്നതാണ് സെക്ഷൻ 23 അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയാം. സെക്ഷൻ 23 അതിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ സെക്ഷൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 23 1, 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പോക്സോ ഭേദഗതി തന്നെ പോക്സോ ഭേദഗതിയാണ്. ഏറ്റവും അവസാനം പോക്സോ ഭേദഗതി ചെയ്ത വർഷം എന്ന് പറയുന്നത് 2019 2019 ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് 1 ലോക്സഭ പാസ്സാക്കുന്നത്. പോക്സോ ആക്ട് എന്താണ്? 2019 പോക്സോ ആക്ട് ഭേദഗതി വരുത്തി. ഒരുപാട് കാര്യങ്ങൾക്ക് ഭേദഗതി വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പണ്ടുണ്ടായിരുന്ന റൂളിന് മാറ്റം വരുത്തി 2019 ഭേദഗതി വരുത്തി. 2019 ഭേദഗതി വരുത്താനായിട്ട് ആ ഭേദഗതി ബില്ല്
ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. 2019 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് അത് പാസ്സാക്കിയത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് IPCയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു സർജൻ സതുദ്ദേശത്തോടെ തന്റെ രോഗിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി അതിനിടയിൽ ആ രോഗിക്ക് മരണം സംഭവിക്കുന്നുവെങ്കിൽ, നമുക്കറിയാം ഒഴിവാക്കലുകൾ, പൊതുവായ ഒഴിവാക്കൽ 76 മുതൽ 106 വരെയുള്ളതാണ് പൊതുവായ ഒഴിവാക്കലുകൾ. നമുക്കതിൽ 81 മുതലാണ് പഠിക്കാനുള്ളത്. അതിലെ ഒരു സെക്ഷനാണിത്. ഒരു സർജൻ സതുദ്ദേശത്തോടെ തന്റെ രോഗിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി അതിനിടയിൽ ആ രോഗിക്ക് മരണം സംഭവിക്കുന്നുവെങ്കിൽ സർജൻ തെറ്റുകാരനാണോ? സർജൻ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്തത്. സർജൻ തെറ്റുകാരനല്ല, കാരണം രോഗിയുടെ നന്മയ്ക്ക് വേണ്ടി രോഗിയുടെ സമ്മതത്തോടു കൂടി ചെയ്തായിരുന്നു ശസ്ത്രക്രിയ. ഓപ്ഷൻ ബിയും സിയും ആണോ എന്നാണ് ചോദ്യം. ശരി തന്നെയാണ്, ബിയും സിയും തന്നെയാണ്. സർജൻ തെറ്റുകാരനാണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒഴിവാക്കലുകളിൽ വരുന്നതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഒരു രോഗിയുടെ സമ്മതത്തോടു കൂടി സതുദ്ദേശത്തോടു കൂടി അയാളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതായത് സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി, അത് അയാളുടെ മരണത്തിന് കാരണമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത വ്യക്തിയെ ഒഴിവാക്കൽ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തെ ഒഴിവാക്കലിൽ പെടുത്താവുന്നതാണെന്ന് വ്യക്തമായിട്ട് IPC പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ശരി തന്നെയാണ്. സർജൻ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്തതെന്ന് പറയാം. സർജൻ തെറ്റുകാരനല്ല, കാരണം രോഗിയുടെ നന്മയ്ക്ക് വേണ്ടി രോഗിയുടെ സമ്മതത്തോടു കൂടി, നമ്മളൊരു രോഗം ഒരു സർജറി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കൺസെന്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു ഒപ്പിട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും സമ്മതത്തോടുകൂടി, രോഗിയുടെ സമ്മതത്തോടുകൂടി രോഗിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണ് മരണത്തിലേക്ക് കലാശം. അതുകൊണ്ട് അത് എന്ത് ചെയ്യാൻ കഴിയില്ല, കുറ്റകൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അത് ഒഫൻസ് തന്നെയാണ്, പക്ഷെ അവിടെ എന്ത് ചെയ്യും, ഒഴിവാക്കലിൽ പെടുത്താവുന്നതാണ്. ബിയും സിയും തന്നെ. വിവാഹിതരായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമാണെങ്കിൽ. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്ത്രീധന മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, IPC ആണ്. നമുക്ക് എത്ര വർഷമാവുമ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ അസ്വാഭാവിക മരണമാണ് സ്ത്രീധന മരണമായിട്ട് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ 7 വർഷമാണ്. അവിടെ ഒരു ചോദ്യം വരാം, 7 വർഷത്തിനുള്ളിൽ ഒരു പെൺകുട്ടി സ്വാഭാവിക രീതിയിൽ മരണമടഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാൻ കഴിയുമോ? ഇല്ല. സ്ത്രീധന മരണമായിട്ട് കണക്കാക്കണമെങ്കിൽ 7 വർഷത്തിനകത്ത് അസ്വാഭാവിക മരണമായിരിക്കണം. ആ പെൺകുട്ടി സ്ത്രീധനത്തിന്റെ പേരിൽ അവിടെ പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്തായിട്ട് കൂട്ടാം, സ്ത്രീധന മരണമായിട്ട്. അപ്പൊ സ്ത്രീധന മരണമായിട്ട് ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണമാണ് എന്നുണ്ടെങ്കിൽ എത്ര വർഷത്തിനകത്തായിരിക്കണം? 7 വർഷത്തിനുള്ളിൽ ആ പെൺകുട്ടി അസ്വാഭാവിക മരണത്തിന് ഇരയാവുകയാണെങ്കിൽ അത് എന്തായിട്ട് കൂട്ടാം, സ്ത്രീധന മരണമായിട്ട് കൂട്ടാം. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം IPC പ്രകാരം അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? നമുക്ക് 1-2 സെക്ഷൻ നമുക്കറിയാം. അതില് പറയുന്നതാണ് ഏതാണ് എന്നുള്ളതാണ്. 7 മുതൽ 12 ആണോ, 8 മുതൽ 12 ആണോ, 7 മുതൽ 13 ആണോ, 8 മുതൽ 13 ആണോ എന്നുള്ളതാണ്. സെക്ഷൻ 83 ആണ്. സെക്ഷൻ 83 പ്രകാരം അപക്വമായ തിരിച്ചറിവുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യം, 7 വയസ്സിന് മുകളിൽ 12 വയസ്സിന് താഴെ ചെയ്യുന്ന അപക്വമായ തിരിച്ചറിവുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തെ പൊതുവായ ഒഴിവാക്കലുകളിൽ പെടുത്താവുന്നതാണ്. അങ്ങനെയുള്ള അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായമാണെന്നാണ് ചോദ്യം. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് പ്രായം. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് പ്രായം. കൊലപാതകമാകാതെ മനഃപൂർവ്വമായ നരഹത്യക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് വെച്ചാൽ 301 ആണോ, 302 ആണോ, 303 ആണോ, 304 ആണോ എന്നാണ് ചോദ്യം. സെക്ഷൻ 304. കൊലപാതകമാകാതെ അത് മനഃപൂർവ്വമായ നരഹത്യയായിട്ട് മാറും. നമുക്കറിയാം മനഃപൂർവ്വമായ നരഹത്യയുണ്ട്. ഇത് കൊലപാതകമാകാതെ മനഃപൂർവ്വമായ നരഹത്യ എന്ന് പറയുന്ന ഒരു വകുപ്പാണ് 304 പ്രകാരം വരുന്നത്. IPC 304 അല്ലെ 304 എന്ന് പറയും. IPC 304 എന്ന് പറയുന്ന സെക്ഷനാണ് നരഹത്യക്കുള്ള, മനഃപൂർവ്വമായ നരഹത്യ, എങ്ങനെ കൊലപാതകമാകാതെ മനഃപൂർവ്വമായ നരഹത്യക്കുള്ള ശിക്ഷ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ വരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. മാക്സിമം വീഡിയോ ആയിട്ട് ഞാൻ ഉണ്ടാവും. പരമാവധി നമുക്ക് വർക്ക് ചെയ്ത് തന്നെ ലിസ്റ്റിൽ കയറാൻ നോക്കുക. ഓരോരുത്തരും ലിസ്റ്റിൽ കയറാനായിട്ട് ശ്രമിക്കുക. എന്താ പറയുക, റാങ്ക് ലിസ്റ്റ് കയറുക എന്നൊരു ഉദ്ദേശത്തോട്, ഏറ്റവും ടോപ്പിൽ എത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്. മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ക്ലാസ് പഠിക്കുക, മാക്സിമം തരുന്ന കാര്യങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ചാനലാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അത് മാത്രമല്ല എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം വീഡിയോസ് ലൈക്ക് ചെയ്യുക. താങ്ക്